ഫിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നെറ്റ് കൊട്ട സാരിയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതൊരു ചിക്കു ഷെയ്ഡിലാണ്. ചിക്കു ഷെയ്ഡിൽ പിങ്ക് ക്രോസ് സ്റ്റിച്ചാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബോർഡറിൽ ഇങ്ങനെയാണ് വരിക. വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു സാരിയാണ്. നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാം. ഡെയിലി വെയർ ആയിട്ട് ഓഫീസ് വെയർ ആയിട്ട് എല്ലാം യൂസ് ചെയ്യാവുന്ന നല്ലൊരു സാരി. ഇങ്ങനെയാണ് നമ്മുടെ ഇത് കണ്ടോ, വളരെ സോഫ്റ്റാണ് ഈ മെറ്റീരിയൽ. വെയർ ചെയ്യാനും എളുപ്പമാണ്. സൈഡിൽ ഒരു ലേസ് എല്ലാം വളരെ ആ സൈഡ് വഴി ഒരു ലേസ് ആഡ് ചെയ്തിട്ടുണ്ട് ചെറുതായിട്ട്. പിന്നെ ഇതിൻ്റെ പല്ലു എങ്ങനെയാണ് വന്നിരിക്കുന്നത്, ക്രോസ് സ്റ്റിച്ചായിട്ട് വന്നിരിക്കുന്നു. അതുപോലെ പല്ലുവിൽ ബുട്ടാസ് വന്നിട്ടുണ്ട്. ബോഡി പാർട്ടിലും ബുട്ടാസ് ഉണ്ട്. ഹാഫായിട്ടും വരുന്നുണ്ട്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ ഡിസൈൻ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ട് ടൈപ്പ് കാണിക്കുന്നുണ്ട്. കുറഞ്ഞതും കൂടിയതും രണ്ട് റേറ്റിൻ്റെ ആട്ടോ ഈ കൂടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സെയിം സാരിയാണിത്. ഇങ്ങനെയാണ് രണ്ട് സൈഡിലും ഈ ബോർഡർ വരുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. എൻ്റെ പല്ലുവിൽ സ്കാറ്റേർഡായിട്ട് എംബ്രോയ്ഡറി വർക്ക്. അപ്പോൾ ഈ ചിക്കുവിന് കോമ്പിനേഷനായിട്ട് നല്ലൊരു പിങ്ക് ഷെയ്ഡിലൊക്കെയാണ് വന്നിരിക്കുന്നത്. അതുതന്നെ അതിനൊരു നല്ലൊരു ഭംഗിയിൽ കണ്ട ഏത് കളർ ടോണുകാർക്ക് അനുയോജ്യമായൊരു കളർ ഷെയ്ഡിലോ വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ബോഡി പാർട്ട് വരിക. രണ്ട് സൈഡിലും ഇത് വരുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് ഈ കുത്തുന്ന ഭാഗം വരെ ഈ ഡിസൈൻ വരുന്നുണ്ട്. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഹാഫായിട്ട് ആ എംബ്രോയ്ഡറി വർക്കും അതുപോലെ ആ ബോർഡറും കൂടെ വരുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ എംബ്രോയ്ഡറി വർക്ക് തന്നെ വന്നിട്ടുണ്ട്. നല്ലൊരു പീച്ച് ഷെയ്ഡ്, നല്ലൊരു കളർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ആ കോമ്പിനേഷനായിട്ട് തന്നെ ആ ക്രോസ് സ്റ്റിച്ചും വന്നിരിക്കുന്നു. ഒരു പിങ്ക് ഷെയ്ഡിൽ ഫ്ലവർ ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ബോഡി പാർട്ട് ഇങ്ങനെ വരുന്നു. രണ്ട് സൈഡിലും ഈ ബോർഡർ വരുന്നു. ഈ ബോർഡർ ലോവർ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. പ്ലേറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെയാണ് വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരിക പല്ലുവിൽ. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ വർക്ക് തന്നെ വരുന്നു. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1465 ആണ്. പിസ്ത ഗ്രീൻ ഷെയ്ഡാണ് ഇതിൽ വന്നിരിക്കുന്നത്. അതിന് കളർ കോമ്പിനേഷനായിട്ട് തന്നെയുള്ള ക്രോസ് സ്റ്റിച്ച്, ഒരു പിങ്ക് ഷെയ്ഡ്. ഇങ്ങനെയാണ് പല്ലു വരിക. ബോഡി പാർട്ടിൽ രണ്ട് സൈഡിലും ഈ ബോർഡർ വരുന്നു. ഈ ബോർഡർ ലോവർ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഹാഫായിട്ട് ആ എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട്. അതുപോലെ ആ ബോർഡറും വരുന്നു. ഇങ്ങനെ ഇതിൻ്റെ ഡിസൈൻ വരുന്നു. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഉൾഭാഗം വരുന്നത്. ഇതാണ് ഈ മെറ്റീരിയൽ. ഇതുണ്ട്, നമുക്കിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ അറിയാം. അങ്ങനെ ഒരു മെറ്റീരിയലാണ്. നമുക്ക് സ്റ്റാർച്ച് ചെയ്യേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ സ്റ്റാർച്ച് ചെയ്താൽ യൂസ് ചെയ്യുമോ എന്നുള്ളവർക്ക് സ്റ്റാർച്ച് ചെയ്യുന്നതിനും പ്രോബ്ലം ഇല്ല. നമുക്ക് ഡെയിലി വെയർ ആയിട്ടെല്ലാം യൂസ് ചെയ്യാവുന്ന നല്ലൊരു മെറ്റീരിയലാണ്. വെയ്റ്റ്ലെസ്സാണ്. റേറ്റ് വരുന്നത് 1465 ആണ്. നേവി ബ്ലൂ ഷെയ്ഡ്. നേവി ബ്ലൂ ഷെയ്ഡിനും ആ ക്രോസ് സ്റ്റിച്ച് വന്നിരിക്കുന്ന ഒരു പിങ്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ ഡിസൈൻ തന്നെ വരുന്നുണ്ട്. ബോഡി പാർട്ട് ഇങ്ങനെ വരുന്നു. രണ്ടാം എംബ്രോയ്ഡറി വർക്ക് സ്കാറ്റേർഡായിട്ട് ഫുള്ളായിട്ടും പോയിട്ടുണ്ട്. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഹാഫായിട്ടും വരുന്നു. ഇതാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. ഈ ഡിസൈൻ ലോവർ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. റേറ്റ് 1465. ഓണിയൻ പിങ്കിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡായിട്ട് വരും ഈ സാരി. ഇതിൻ്റെ ക്രോസ് സ്റ്റിച്ച് വരുന്ന ഒരു പിങ്ക് ആ ഓണിയൻ പിങ്കിന് തന്നെ കോമ്പിനേഷനായിട്ട് വരുന്ന കാരണം തന്നെ സാരി കാണാനും നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ ഡിസൈൻ തന്നെ വരുന്നു. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ട് വരിക. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെ ഹാഫായിട്ട് എംബ്രോയ്ഡറി വർക്കും വരുന്നു. ഇത് മെറൂൺ ഷെയ്ഡാണ്. അപ്പോൾ ചിലരൊക്കെ പറയേ ഈ മെറൂൺ കാണുമ്പം ചിലപ്പോൾ റെഡ് പോലെ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, വീഡിയോ കോളിൽ ഒന്ന് എടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നിയാൽ ഞങ്ങളത് കാണിച്ചു തരാം. ഡേ ലൈറ്റ് തന്നെ കാണിച്ചു തരാം. ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരിക. ഇത് മെറൂൺ ഷെയ്ഡാണ്. ഡാർക്ക് മെറൂൺ ഷെയ്ഡ്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. പല്ലുവിൽ ആ ക്രോസ് സ്റ്റിച്ച് ഇങ്ങനെ തന്നെ വരുന്ന ഒരു പിങ്ക് ഷെയ്ഡിലുള്ള ക്രോസ് സ്റ്റിച്ച്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും
ഇതേ ഡിസൈൻ തന്നെ വരുന്നുണ്ട്. ബാക്കി ബോഡി പ്ലെയിൻ ആയിട്ട് വരുന്നു. സ്ലീവിൻ്റെ എൻഡിൽ തന്നെ ഈ വർക്ക്. പിന്നെ ഇതിലൊരു ക്രോഷ്യോ ലേസ് ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ സൈഡിൽ. അത് ഈ നെറ്റ് കോട്ടയ്ക്ക് എല്ലാത്തിനും തന്നെ ഒരു ക്രോസ് സ്റ്റിച്ച് ഒരു ലേസ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ബോഡി പാർട്ട് ഇങ്ങനെയാണ് വരിക. സ്കാറ്റേർഡ് ആയിട്ട് തന്നെ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ഈ സൈഡിൽ ഈ കുത്തുന്ന ഭാഗത്ത് ഇത് ശരിക്കും ഇങ്ങോട്ട് കയറി തന്നെ വരുന്നുണ്ട് കേട്ടോ. അത്രയും ലെങ്ത് തന്നെ ഈ സൈഡിൽ ഇതിന് പിടിപ്പിച്ചിട്ടുണ്ട് ആ വർക്ക്. പിന്നെ പ്ലീറ്റ്സിൻ്റെ ഭാഗം ഇങ്ങനെയും വരുന്നു. ലാവണ്ടർ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതേലും പിങ്ക് ക്രോസ് സ്റ്റിച്ച് തന്നെയാണ് വന്നിരിക്കുന്നത്. പിങ്ക് ഗ്രീൻ അതിൻ്റെ സ്റ്റെമ്മൊക്കെ ആയിട്ടാണ് വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഈ പല്ലുവിൻ്റെ ഇത് കണ്ടോ സ്കാറ്റേർഡായിട്ട് തന്നെ ആ എംബ്രോയ്ഡറി വർക്കുകൾ ആ പിങ്ക് ഷെയ്ഡ് തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കളറുകളെല്ലാം ഏത് കളർ ടോണുകാർക്കും അനുയോജ്യമാണ്, ഏത് പ്രായക്കാർക്കും അനുയോജ്യമായ കളർ ടോണ്. അതുപോലെ സാരിയും ഇങ്ങനെയാണ് ഇത് ഓൾ ഓവർ വരിക. പിന്നെ ഈ സൈഡിൽ ഞാൻ പറഞ്ഞല്ലോ ഈ കുത്തുന്ന ഭാഗവും ഇതേ രീതിയിൽ ഇവിടം വരെ വന്നിട്ടുണ്ട്. പിന്നെ പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഹാഫായിട്ട് തന്നെ ആ എംബ്രോയ്ഡറി വർക്കും വന്നിരിക്കുന്നു. ഇതിൻ്റെ എല്ലാം റേറ്റ് വരുന്നത് 1465 ആണ്. പർപ്പിൾ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ക്രോസ് സ്റ്റിച്ചിൻ്റെ ഫ്ലവർ കുറച്ചുകൂടെ വലിപ്പമുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും നേരം കാണിച്ച് ചെറിയ ഫ്ലവേഴ്സ് ആയിരുന്നു. ഇത് സ്വല്പം കൂടെ വലിപ്പം. പിന്നെ ഇതിന് എന്നാ ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ബോഡി പാർട്ടിൽ സ്കാറ്റേർഡായിട്ട് എംബ്രോയ്ഡറി വർക്കില്ല. ബോഡി പാർട്ട് പ്ലെയിൻ ആയിട്ടാണ് വരിക. പല്ലു എല്ലാം സെയിം തന്നെ ഇങ്ങനെ തന്നെ വരുന്നു. രണ്ട് സൈഡിലും ഇങ്ങനെ തന്നെ ക്രോസ് സ്റ്റിച്ച് വരുന്നു. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും സെയിം ഡിസൈൻ തന്നെ വരുന്നുണ്ട്. ഇങ്ങനെയാണ് വരിക. ഇങ്ങനെയാണ് പ്ലേറ്റ്സിൻ്റെ ഭാഗം വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1525 ആണ്. റാണി പിങ്ക് ഷെയ്ഡാണ്. ഇതിലും ഒരു പിങ്ക് ഫ്ലവർ ഒരു ക്രോസ് സ്റ്റിച്ച് വന്നിരിക്കുന്നു. അതുപോലെ ഒരു ഗ്രീൻ അങ്ങനെയുള്ള സ്റ്റെമ്മ് എല്ലാം കൂടി ആയിട്ടാണ് വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ ഡിസൈൻ തന്നെ വരുന്നുണ്ട്. ഇങ്ങനെ തന്നെ വരുന്നുണ്ട് രണ്ട് സ്ലീവിൻ്റെ എൻഡിലും. പിന്നെ ഇതിൽ ഒരു ചെറിയൊരു ലേസും ആഡ് ചെയ്തിട്ടുണ്ട്. അത് എല്ലാത്തിൻ്റെയും ഉണ്ട്. ബോഡി പാർട്ടിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് വരിക രണ്ട് സൈഡ്. അപ്പോൾ ഈ വർക്ക് ലോവർ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. പ്ലീറ്റ്സിൻ്റെ ഭാഗം വരുമ്പോൾ ഇങ്ങനെയും വരുന്നു. റേറ്റ് 1525. യെല്ലോ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ രണ്ട് സൈഡിലും എംബ്രോയ്ഡറി വർക്കാണ് വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്കുകൾ വരുന്നത്. പിന്നെ സൈഡിലൊരു ലേസും ആഡ് ചെയ്തിട്ടുണ്ട്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിൽ പ്ലെയിൻ ആണ്. സ്ലീവിൻ്റെ എൻഡിൽ ഒരു ലേസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ബോഡി പാർട്ട് വരിക. ബോഡി പാർട്ടിൽ സ്കാറ്റേർഡായിട്ട് തന്നെ ആ എംബ്രോയ്ഡറി വർക്കുകൾ വരുന്നുണ്ട്. പിന്നെ പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെ ഹാഫായിട്ട് ആ എംബ്രോയ്ഡറി വർക്കും ബോർഡറും വരുന്നു. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1225 ആണ്. ഇതും ഒരു നെറ്റ് കോട്ട സാരിയാണ്. ഡാർക്ക് പീച്ച് ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വർക്ക് എങ്ങനെയാണ് വരുന്നത്? ഇതിൻ്റെ റേറ്റ് വരുന്നത് 889 ആണ്. വിത്ത് ബ്ലൗസും ആണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് വരുന്നു. സ്ലീവിൻ്റെ എൻഡിൽ ആ ഒരു ലേസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇത് ഓൾ ഓവർ വരിക. സ്കാറ്റേർഡായിട്ട് എംബ്രോയ്ഡറി വർക്കുകൾ വരുന്നുണ്ട്. ഇങ്ങനെയാണ് വരിക. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പം ഹാഫായിട്ട് ഈ വർക്ക് വരുന്നുണ്ട്. നല്ലൊരു പർപ്പിൾ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. എങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക? ഫുള്ളായിട്ടും എംബ്രോയ്ഡറി വർക്ക് ഇങ്ങനെ എന്താ ഹാഫായിട്ട് വരുന്നുണ്ട്. പിന്നെ സ്കാറ്റേർഡായിട്ട് ബുട്ടാസും വരുന്നുണ്ട്. ഇങ്ങനെ ബോഡി പാർട്ട് വരുന്നു. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പം ഇങ്ങനെയും വരുന്നു. വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ ലേസ് തന്നെ വരുന്നുണ്ട്. റേറ്റ് 889. ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വൈറ്റ് എംബ്രോയ്ഡറി വർക്ക് ഓൾ ഓവർ വരുന്നു. ഇങ്ങനെ വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിൽ ആ ലേസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ബോഡി പാർട്ട് വരിക. പ്ലീറ്റ്സിൻ്റെ ഭാഗം ഇങ്ങനെയും വരുന്നു. പിസ്താ ഗ്രീൻ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ലോവർ പോർഷനിൽ ഈ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. വിത്ത് ബ്ലൗസ് പീസ് സ്ലീവിൻ്റെ എൻഡിൽ ഈ ലേസ് വരുന്നുണ്ട്. ബോഡി പാർട്ട് ഇങ്ങനെ വരുന്നു. ഇങ്ങനെ പ്ലീറ്റ്സിൻ്റെ ഭാഗവും വരുന്നു. വാഷ് ചെയ്ത് യൂസ് ചെയ്യാവുന്ന ഒരു സാരി. ഇതാണ് ഇതിൻ്റെ മറ്റൊരു ഷെയ്ഡ്. ഇങ്ങനെ ഇതിൻ്റെ പല്ലു വരുന്നു. വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരിക. ബോഡി പാർട്ട് ഇങ്ങനെ വരുന്നു.
ഈ ഡിസൈൻ ലോവർ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. നമുക്കിത് 1 ലെയർ ആയിട്ടും അതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആയിട്ടും ഇതിന് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. പിന്നെ പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെയും വരുന്നു. റേറ്റ് 889. അപ്പോൾ ഞാൻ ഈ കാണിച്ചിരിക്കുന്നതിൽ ഏതാ ഇഷ്ടമെന്ന് വെച്ച് താഴെ കാണുന്ന നമ്പറിലേക്കൊരു സ്ക്രീൻഷോട്ട് അയയ്ക്കുക.